ഗൈസ്, നിങ്ങൾ ബജ്ജിമുളക് വെച്ചിട്ട് കാളം തയ്യാറാക്കിയിട്ടുണ്ടോ? എങ്കിലിതാ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾ കാളം വെച്ച ചട്ടി വരെ വടിച്ചു പൂട്ട, അത്രയും ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് മുളക് ബജ്ജി വെച്ചിട്ട് കിടില കാളം തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതാ ഞാനൊരു 5 മുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ അത് 2 സൈഡും കട്ട് ചെയ്തിട്ട് നമുക്ക് മുളക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുളകിൻ്റെ കുരു ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എരു കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് ഒന്നും എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഈ മുളകിൻ്റെ ഈ ഫ്ലഷൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാ മുളകും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പോവാണ്. മുളക് മുഴുവനായിട്ട് കട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷാണ്. പിന്നെ നമ്മളിതാ ടൊമാറ്റോ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനത് 1 മുറി തേങ്ങാനിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 8 ചുള ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി വളരെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 8 ചുള എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 5 എണ്ണൊക്കെ മതിയേ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണ് നല്ല ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം. കൂടെ ഞാനൊരു കറിയിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ്. ഇനി നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് ഇനിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ നാടൻ കറികൾ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് നാടൻ വെളിച്ചെണ്ണയാണ്. മുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം കുക്കാവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നാക്കി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ടൊമാറ്റോ ഇതേപോലെ തന്നെ നമുക്കൊരു മീഡിയം കുക്കാവണ വരെ വഴറ്റിയെടുക്കുക. കറിയിലേക്ക് ആവശ്യം വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് എരിവ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ ഒരു തണ്ട് കറിവേപ്പിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഈ ടൊമാറ്റോൻ്റെ നീരിൽ കിടന്നിട്ട് ഇതൊന്ന് കുക്കാവേ. ഏകദേശം ഒരു നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത്രയും മതി കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ കുറച്ച് തിക്നെസ്സിലാണ് തയ്യാറാക്കാറുള്ളത്. ഏകദേശം തള വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കി വെച്ച് അതിനുശേഷം ഞാൻ 1 കപ്പ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് കുറച്ച് പുളി കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ കറിയൊക്കെ ഇറക്കി വെച്ചു. ഇനി വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഒരു 4 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഒരു 1/4 സ്പൂണും കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല മൂത്തതിന് ശേഷം കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മുളക് ബജ്ജീൻ്റെ കാളം തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്